ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. മാസ്ക് ഒക്കെ ഇട്ട് കൊറോണനെ തുരത്താൻ എന്താ വെച്ചാൽ കൊറോണയുടെ പുതിയ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഇന്ന് ഞാൻ നിൽക്കുന്നത് റാസൽ കൈമയിലാണ്. റാസൽ കൈമയിലെ ആ വലിയ വീട്ടിലല്ല, പക്ഷേ ഞാൻ 7 വർഷത്തോളം വർക്ക് ചെയ്ത ആ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ സൈക്കിളായിട്ട് റാസൽ കൈമയുടെ കുറച്ച് ഭാഗങ്ങളിലൊന്ന് പോകണം. ഇവിടെ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേമാതിരി ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയാൽ അടുത്തുള്ളൊരു വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്. ഇറ്റ്സ് മീ റിഷാദ്. നല്ല ക്ലൈമറ്റ് കേട്ടോ ഗൈസ്, നല്ല അടിപൊളി ക്ലൈമറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മളെ റാസൽ കൈമയുടെ പഴയ ടൗണും പുതിയ ടൗണൊക്കെ ഒന്ന് തന്നെയാണ്. നല്ല ക്ലൈമറ്റ് കേട്ടോ, നല്ല ക്ലൈമറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയതും. അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, നമ്മൾ അധികം വയർക്കൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ പോവാണ് നമ്മൾ, എങ്ങോട്ടാണെന്നില്ലാതെ. ഒരു 10 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങൾ ആ മല ഉണ്ടോ ദൂരെ കാണുന്നത്? എത്രത്തോളം ഗോപ്രോയിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. അതാണ് ജബൽ ജൈ, അതായത് നമ്മുടെ UAE ഏറ്റവും ഉയരമുള്ള മല. അവിടേക്കുള്ള ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഈ സൈക്കിളായിട്ട് അവിടെ കയറൽ നടക്കില്ല. എന്തായാലും ഓടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കാണപ്പെടുന്നതാണ് ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എന്തൊക്കെ സ്പെഷ്യലാണുള്ളത് എന്നുള്ളത്. നല്ല അടിപൊളി ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ഈ ക്ലൈമറ്റിലൊക്കെ വളരുന്ന ചെടികളാട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട്. പേരുകളൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. എന്തായാലും നമ്മുടെ ലെമണൊക്കെ ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റ് മണ്ണ് ചെയ്തിട്ട് ചെയ്താന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന സാധനം തന്നെയാണത്. ഇതുണ്ടോ? പിന്നെ ഇതൊക്കെ ഏതാണോ ഫ്ലവർ, കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ അതിലൊന്നും ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? നൈസ്, അടിപൊളി സാധനം കേട്ടോ. ഇത് അനാറിൻ്റെ ചെടിയാണ്, അനാറ്. അതിലൊന്ന് പൊട്ടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി അനാറിൻ്റെ ചെടിയാണ്. കണ്ടോ ഉള്ളിൽ നോക്കിയാൽ അതൊക്കെ ഇവിടെ വളരുന്നുണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞ കാര്യം വേറെ സെപ്പറേറ്റ് ചട്ടിയിലിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ശരിക്കും. പിന്നെ അത്രയും കെയർ ചെയ്യണം. ഈ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഔട്ട്ഡോറും ഇൻഡോർ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഔട്ട്ഡോറാണ്, അതാണ് പുറത്ത് തന്നെ എടുത്ത് ചെയ്യും. മലകളൊക്കെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. അത് കണ്ടോ, മേഘങ്ങളടിയിലായിട്ട് മലകളൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ ഇതിനേക്കാളും അടിപൊളിയായിട്ടോ. ഈ നമ്മൾ അതിൻ്റെ മുകളിൽ റാസൽ കൈമ ജബൽ ജൈസിൻ്റെ മുകളിൽ കയറിയുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. അതിനപ്പുറത്ത് ഒമാനാണ്. അങ്ങനെ പോകുന്തോറും മലകൾ ഇങ്ങനെ വലുതായി വരികയാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടാൻ നമ്മൾ പോകുന്നത് ശരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് സൈക്കിൾ ഓട്ടി നമുക്കൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? ഹുസൈൻ.
ഹുസൈൻ്റെ ഒരു ചെറിയൊരു ബൈക്ക് റോട്ടിൽ കൂടെ ഓടുന്നത്, അത് ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോട്ടാ, എന്താണെന്ന് നോക്കാം നമുക്ക്. ഹുസൈൻ യു ഡ്രൈവ് ദാറ്റ്. ഇത് ഓടിക്കാൻ വലിയ പ്രയാസം കേട്ടോ, ഇത് വളഞ്ഞു പോകുമെന്നൊക്കെ ഡൗട്ടുണ്ട്. നോക്കിയാൽ കുറച്ച് സൈക്കിളിൽ ഓടിച്ച് പിന്നെ കുറച്ച് ഇത് വാട്ട്സ് ബൈക്ക് റൈറ്റ്, ഇറ്റ്സ് എ ബൈക്ക്. അപ്പം ബൈക്ക് ഓടിച്ചെന്നാൽ എന്തായാലും ഹുസൈൻ നമുക്ക് തിരിച്ചു കൊടുക്കും. ഹുസൈൻ താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. അവ ഒരു രക്ഷയില്ലാത്ത റൈഡാണ് നമ്മൾ ഓടിച്ചത്. എങ്ങനെ പുള്ളി ഓടിക്കാൻ നോക്കിയാ, ഹുസൈൻ പൊളിച്ച്. അപ്പോൾ ബൈ, താങ്ക് യു, ബൈ. അങ്ങനെ ഒരു ചെറിയ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ, ഡെസേർട്ടിൽ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഡെസേർട്ടിലല്ലെങ്കിലും റോട്ടിൽ ഓടിച്ച്, പക്ഷെ അത് ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളതാണ്. പക്ഷെ ഞാൻ എന്താണെന്നും എന്നെ കഴിഞ്ഞിടത്തോളം ഓടിച്ചു, പക്ഷേ ഞാനൊന്നും ഒന്നുമില്ല. അവൻ ഒരു രക്ഷയില്ല, ഇട്ട് കറക്കൽ തന്നെ കറക്കൽ. ഗൈസ്, ഞാൻ കുറേ അങ്ങോട്ട് ഓടിച്ച് വന്നപ്പോൾ ഒരു സാധനം കണ്ടു. നിങ്ങൾക്കിപ്പോൾ അറിയാം, ഒരു ക്യാമ്പർ ലൈഫ്, ക്യാമ്പ് വാൻ എന്ന് പറഞ്ഞ ലൈഫ് കേരളത്തിലിങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പർ വാൻ ഞാൻ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു. അപ്പോൾ ഇതാണോ, ഇതാണ് ആ സാധനം. ഇത് ഫോർഡിൻ്റെ ആണ് വരുന്നത് ശരിക്കും. മെജസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല ശരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു വാഹനം ഒരുവിധം എല്ലാവരും ആഗ്രഹിക്കുന്ന, ഈവൻ ഞാനടക്കം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഈ സംഗതി മനസ്സിൽ കൊണ്ടടക്കുന്ന ആളാണ്. ഇതുവരെ ആ ഒരു മോഹം ഇതുവരെ ഒഴിവാക്കാണ്ട് കൊണ്ടെടുക്കുന്നുണ്ട്. ഇതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈ ഡോറ് തുറന്ന ഒരു ബെഡ്റൂം ഉണ്ടാവും, പിന്നെ അതേപോലെ കിച്ചന്, പിന്നെ നമുക്ക് ഓഫീസ്, പിന്നെ അതേമാതിരി ടോയ്ലറ്റ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫോർഡിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ല. എന്താ വെച്ചാൽ ഫോർഡിൻ്റെ ഇങ്ങനത്തെ വണ്ടികൾ നാട്ടിൽ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല എന്തായാലും. പക്ഷേ ഈ ഫോർഡിൽ വരുന്ന അല്ല ബെൻസിൽ വരുന്ന സാധനങ്ങളൊക്കെ ദുബായ്, UAE അങ്ങനെ ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രികളിൽ കാണപ്പെടുന്നൊരു സാധനമാണ് ക്യാമ്പർ വാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഇത് നമുക്ക് ഒരു ബെഡ് ഏരിയ ആണ്. പിന്നെ ഉള്ളിൽ വേറെ ബെഡ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് പറയുന്നതല്ല കേട്ടോ, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ ഇതിൽ സഞ്ചരിക്കാനുള്ളതിനെ കൊണ്ട് ഇതിനായിട്ട് കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയ ഓരോന്നാണ്. അടിപൊളി ക്യാമ്പർ വാനാണിത്. ഇതിൻ്റെ മോഡൽ വരുന്നത് E350 സൂപ്പർ ഡ്യൂട്ടി. അപ്പോൾ ആ കാണുന്ന ഓഫീസ് ഉണ്ടല്ലോ, ആ ഓഫീസ് ഈ വണ്ടികൾ യൂസ്ഡ്, അതായത് സെയിൽ ചെയ്യാനുള്ള വണ്ടികളാണ് ഇതെല്ലാം. അതിൽ സെയിലിൽ വരുന്നതാണ് ഇത്. അതിൻ്റെ അപ്പുറത്തൊരു ട്രക്ക് ഉണ്ട്, അതായത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ട്രക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതും സെയിൽ തന്നെയാണ്. ഈ വാനുകളൊക്കെ സെയിലിനുള്ളതാണ്. ഇവിടെ കണ്ടല്ലോ, ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഒരു ക്യാമ്പർ വാൻ, അല്ലെങ്കിൽ ഒരു വാനിൽ അങ്ങനെ സഞ്ചരിക്കാം, ഇതേപോലെ വീടാക്കി സഞ്ചരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. പക്ഷെ അത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഓഫീസ് ക്ലോസ് ചെയ്തെടുക്കുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ സഞ്ചാരമായിട്ട് പോവാം. എന്തായാലും അത് വിധി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിയിരിക്കും ഗൈസ്. നമ്മൾ ഓടി അവസാനത്തെ മലയുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള സ്ഥലം കേട്ടോ റാസൽ ഖൈമ. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാം. അധികം നോയ്സോ അല്ലെങ്കിൽ ഡസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഇതുമില്ല. നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് റോഡുകളൊക്കെ നോക്കി നിങ്ങൾ ഇപ്പോഴും ഫ്രീ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടില്ല. ദുബായ് എന്ന വലിയ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. പക്ഷേ നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് റാസൽ ഖൈമ ജീവിക്കുന്നുണ്ട്.
ഞാനൊരു 7 വർഷത്തോളം റാസൽ ഖൈമയിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓ പൊളിച്ച് എന്താ കാഴ്ചകൾ. അതിൻ്റെ റൂഫിൽ ചെറിയൊരു വീട് പോലെ ഷെഡായിരിക്കണം എന്നാണ് തോന്നുന്നത്. റൂഫ് വീട് പോലെ ഉണ്ട്. അടിപൊളി കാഴ്ച. ഏതാ കാഴ്ചകൾ അടിപൊളി. കാണണ്ടോ വലിയൊരു മല, അതിനപ്പുറത്ത് ഒമാനാട്ടോ, ഇപ്പുറത്തെ റാസൽ ഖൈമ. ഏകദേശം അങ്ങനെ ഞാൻ ഒരുപാട് വണ്ടി ഓടിച്ച് എൻ്റെ ബാക്കിൽ കാണുന്ന മല കണ്ടോ, അടിപൊളിയല്ല. അപ്പോൾ ഞാൻ ടയർഡായി റിട്ടേൺ പോവാണ്, റൂമിലേക്ക് റിട്ടേൺ പോകുന്നതാണ്. അപ്പോൾ പിന്നെ നന്നായിട്ട് ഇരുടായി വരുന്നുണ്ട്, ഗോപ്രോയിൽ പെട്ടെന്ന് വെളിച്ചം കുറയും. എന്തെന്നായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നവരെ സൈനിങ് ഓഫ് ബൈ റിഷാദ്.